എന്താ റോസ്മേരി ഇത്? ഒന്നുമില്ല. എന്നാ പുറപ്പെട്. എന്ന് വരും? അച്ഛൻ പുറത്തിറങ്ങിയാലുടൻ ഞാൻ അവിടെ എത്തും. റോസ്മേരിയുടെ ഡാഡിയെ ചെന്ന് കാണും. ഒറ്റയ്ക്കല്ല, എന്റെ അച്ഛനും എന്നോടൊപ്പം ഉണ്ടാവും. കാര്യങ്ങൾ പറയും. അദ്ദേഹം സമ്മതിച്ചാലും ഇല്ലെങ്കിലും നീ എന്റെ സ്വന്തമാവും. അദ്ദേഹം സമ്മതിക്കുമെന്ന എന്റെ വിശ്വാസം. പിന്നെ വാ. അവരെ കാണുന്നില്ലല്ലോ. വരട്ടെ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നീ എന്നെ ഉടനെ അറിയിക്കണം. അർജുൻ, അശ്വിന്റെ അച്ഛൻ വിചാരിച്ചാൽ നിന്റെ അച്ഛനെ റിലീസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അവന്റെ അച്ഛൻ കേന്ദ്രമന്ത്രിയല്ലേ, അയാൾ വിചാരിച്ചാൽ നടക്കില്ലേ? വേണ്ട, അത് ശരിയാവില്ല. നടന്നില്ലെങ്കിൽ നാണക്കേടാ. പിന്നെ അശ്വിനെ നമ്മളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ചെല്ലേ. ശരി. വരട്ടെ. ഏതാവും പറഞ്ഞ കേന്ദ്രമന്ത്രി? ബോഡയ്യ. എന്താ അറിയോ? ബോഡയ്യ. ഞാൻ അറിയുന്ന പെൺകുട്ടിയാ രമ. അതുകൊണ്ടാ കൂടെ വിട്ടത്. അവിടെ നിന്നും തിരിച്ചു വന്നത് മുതൽ അവളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ആകെ ഒരു വ്യത്യാസം. ഞാൻ ഒരുപാട് തിരിച്ചും മറിച്ചും ചോദിച്ചു. പിന്നെ അവൾ സമ്മതിച്ചു. അവനുമായി പ്രേമത്തിലാണെന്നും അവനെ വിവാഹം കഴിക്കുള്ളെന്നും. അതാ അച്ചായന് ഞാൻ വേഗം വരാൻ പറഞ്ഞ് ഫോൺ ചെയ്തത്. നീ പറഞ്ഞപ്പോ അവനെ പറ്റി ഞാൻ അന്വേഷിച്ചു നാട്ടിൽ. അവനൊരു കള്ളക്കടത്തുകാരന്റെ മകനാ. കള്ളക്കടത്തുകാരനോ? അതെ. അയാളിപ്പോ ജയിലില്ല. ഇവൾക്ക് ഇത്ര ധൈര്യം എങ്ങനെ വന്നു? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണക്കാരൻ ഞാൻ തന്നെ. അമ്മയില്ലാത്ത പെണ്ണല്ലേ, ലാളിച്ച് വളർത്തുകൊണ്ടുണ്ടായ ദോഷം തന്നെ. അവളെവിടെ? പുറത്തെവിടെയോ പോയിരിക്കുക. ഇനി അവൾ പഠിക്കണ്ട. പിന്നെ ഞാൻ തീരുമാനിച്ചിട്ടാ വന്നിരിക്കുന്നത്. നമ്മുടെ കരോട്ടെ ജോർജ് ഇല്ലേ, അവന്റെ മകൻ ജെയിംസ് കുട്ടി ഇവിടെ ഭാരത് ഇലക്ട്രിക്കൽസിൽ എഞ്ചിനീയറാ. ഞാനറിയും, ഒരു കറുത്ത പയ്യൻ. നിറം കറുപ്പാണെന്നേ ഉള്ളൂ, പക്ഷെ തൊഴിൽ കള്ളക്കടത്തൊന്നുമല്ല. ഞാനും ജോർജുമായി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് സമ്മതമാണ്. ഞാനും സമ്മതിച്ചു. ബാംഗ്ലൂരിൽ വെച്ച് കല്യാണം നടത്താമെന്നും അവർ ഏറ്റിട്ടുണ്ട്.